പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. 2024 ഓഗസ്റ്റ് 5 തീയതിയിലെ ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്ന് ഓഗസ്റ്റ് 5. ഇന്നത്തെ ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. യെപ്തിമ കാൻഡിലെ എന്ന 4 വളയങ്ങളുള്ള ചിത്രശലഭം 61 വർഷത്തിന് ശേഷം ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത്? അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ 61 വർഷത്തിന് ശേഷം കണ്ടെത്തിയിട്ടുള്ള ഒരു 4 വളയങ്ങളുള്ള ഒരു ചിത്രശലഭമാണ് യെപ്തിമ കാൻഡിലെ. ഇത് കണ്ടെത്തിയിട്ടുള്ളത് അരുണാചൽ പ്രദേശിലാണ്. അതായത് മ്യാൻമാറിന്റെ അതിർത്തി പങ്കിടുന്ന അരുണാചൽ പ്രദേശ്. ഇതിന്റെ കിഴക്കേ അറ്റത്തുള്ള ഒരു കടുവ സങ്കേതം നംദഫ നാഷണൽ പാർക്ക്. ഇവിടെയാണ് ഈ ഒരു യെപ്തിമ കാൻഡിലെ എന്ന് പറയപ്പെടുന്ന ചിത്രശലഭത്തെ കണ്ടെത്തിയിട്ടുള്ളത്. ചൈനയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ചിത്രശലഭം ആണ് യെപ്തിമ കാൻഡിലെ. എന്നാൽ ഈ ചിത്രശലഭം ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഏതാണ്ട് 61 വർഷത്തിന് ശേഷമാണ്. ഇത് അരുണാചൽ പ്രദേശിലെ നംദഫ നാഷണൽ പാർക്കിലാണ്. നംദഫ നാഷണൽ പാർക്ക് ഇതൊരു കടുവ സങ്കേതവും ഏതാണ്ട് 1985 കിലോമീറ്റർ വിസ്തൃതിയിൽ കിടക്കുന്ന ഒരു വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു പാർക്ക് ആണ് നംദഫ നാഷണൽ പാർക്ക്. ഏതാണ്ട് 1000ഓളം സസ്യജാലങ്ങളും 1400ഓളം ജന്തുജാലങ്ങൾ ഉള്ള ഒരു വലിയൊരു പാർക്ക് ആണ് നംദഫ നാഷണൽ പാർക്ക്. ഡയറക്ടർ ജനറൽ BSFന്റെ അധിക ചുമതല ഏറ്റെടുത്ത സശസ്ത്ര സീമാബലിന്റെ ഡയറക്ടർ ജനറലിന്റെ പേര് ദൽജിത് സിംഗ് ചൗധരി. സശസ്ത്ര സീമാബൽ SSB ഇതിന്റെ ഡയറക്ടർ ജനറൽ ആണ് ദൽജിത് സിംഗ് ചൗധരി. അദ്ദേഹത്തിന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നെന്ന് പറയുമ്പോൾ BSFന്റെ ഡയറക്ടർ ജനറൽ എന്ന സ്ഥാനം കൂടി അദ്ദേഹം ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ജനുവരിയിലാണ് സശസ്ത്ര സീമാബൽ എന്ന SSBയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് ദൽജിത് സിംഗ് ചൗധരി ആ ഒരു ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. SSB എന്നറിയപ്പെടുന്ന സശസ്ത്ര സീമാബൽ ഇതിനെ സ്പെഷ്യൽ സർവീസ് ബ്യൂറോ എന്ന പേരിലും അറിയപ്പെടുന്നു. 1962 ഇന്ത്യ ചൈന യുദ്ധം അതിനുശേഷം ആരംഭിച്ചിട്ടുള്ള ഒന്നാണ് SSB എന്നറിയപ്പെടുന്ന സശസ്ത്ര സീമാബൽ. പ്രധാനമായിട്ടും പറയുമ്പോൾ 1751 കിലോമീറ്റർ ഇൻഡോ നേപ്പാൾ ബോർഡറും ഇൻഡോ ഭൂട്ടാൻ ബോർഡറും കാത്തു സംരക്ഷിക്കുന്ന ഒരു ഫോഴ്സ് ആണ് SSB. അതായത് ഇന്ത്യ നേപ്പാളിന്റെ ആ ബോർഡറും ഇന്ത്യ ഭൂട്ടാൻ ഈ ബോർഡറും കാത്തു സംരക്ഷിക്കുന്ന ഫോഴ്സ് ആണ് സശസ്ത്ര സീമാബൽ. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഇത് കാത്തു സംരക്ഷിക്കുന്നത് പാകിസ്ഥാൻ ബംഗ്ലാദേശിന്റെ ബോർഡർ ആണ്. പാരീസ് ഒളിമ്പിക്സിൽ കേപ്പ് വെർഡെ രാജ്യത്തിനായി മെഡൽ നേടിയ ആദ്യ വ്യക്തി ആരാണ്? ഡേവിഡ് ഡെപിന. കേപ്പ് വെർഡെ എന്ന രാജ്യത്തിന്റെ ഒരു ബോക്സർ ആണ് ഡേവിഡ് ഡെപിന. ഇദ്ദേഹം രാജ്യത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ആദ്യത്തെ ഒളിമ്പിക്സ് മെഡൽ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രാജ്യത്തെക്കുറിച്ച് ഇന്നത്തെ കറണ്ട് അഫേഴ്സിൽ വന്നിട്ടുള്ളത്. അതായത് ഒരു രാജ്യത്തിന് ആദ്യമായി കിട്ടിയ ഒരു മെഡൽ എന്ന രീതിയിലാണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സിൽ ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. കേപ്പ് വെർഡെ എന്ന രാജ്യം ഇത് ആഫ്രിക്കയിലെ രാജ്യമാണ്. കഴിഞ്ഞ 7 പ്രാവശ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഒരു മെഡൽ പോലും നേടാൻ സാധിക്കാത്ത കേപ്പ് വെർഡെക്ക് ഈ പ്രാവശ്യം പാരീസ് ഒളിമ്പിക്സിൽ ബോക്സർ ഡേവിഡ് ഡെപിന വെങ്കല മെഡൽ നേടിക്കൊണ്ട് ആദ്യത്തെ ഒരു മെഡൽ സമ്മാനിച്ചു. ഒഫീഷ്യലി കാബോ വെർഡെ എന്നറിയപ്പെടുന്ന ഈ രാജ്യത്തിന്റെ ക്യാപിറ്റൽ ആണ് പ്രായ കറൻസിയാണ് കേപ്പ് വെർഡിയൻ സ്ക്യൂഡോ. 3 തവണ ലോക ചാമ്പ്യനായ ജോഷോ ചെപ്റ്റിഗെ പാരീസ് ഒളിമ്പിക്സിൽ 10,000 മീറ്റർ വിജയിച്ചത് ഏത് രാജ്യത്തു നിന്നാണ്? ഉഗാണ്ട. 3 പ്രാവശ്യം ലോക ചാമ്പ്യൻ ആയിട്ടുള്ള വ്യക്തിയാണ് ഉഗാണ്ടയുടെ ജോഷോ ചെപ്റ്റിഗെ. ഇദ്ദേഹം പാരീസ് ഒളിമ്പിക്സിൽ 10,000 മീറ്ററിലെ ഗോൾ നേടിക്കൊണ്ട് വീണ്ടും അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവ് തെളിയിച്ചു. അതായത് 10,000 മീറ്ററിൽ ഈ പ്രാവശ്യത്തെ പാരീസ് ഒളിമ്പിക്സിൽ വിജയിച്ചത് ഉഗാണ്ടയിലെ ജോഷോ ചെപ്റ്റിഗെ. 3 പ്രാവശ്യം ലോക ചാമ്പ്യൻ ആണ്. അതേപോലെ പാരീസ് ഒളിമ്പിക്സിൽ അദ്ദേഹത്തിന്റെ 10,000 മീറ്റർ ഓട്ടത്തിൽ അദ്ദേഹം എടുത്ത ടൈം ആണ് 26 മിനിറ്റ് 43.14 സെക്കൻഡ്. 26 മിനിറ്റ് 43.14 സെക്കൻഡ്. ഉഗാണ്ട എന്ന രാജ്യം ഇത് കിഴക്കൻ ആഫ്രിക്കയിലെ 4 വർഷം കരയാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യമാണ്. ഈ രാജ്യത്തിന്റെ ക്യാപിറ്റൽ ആണ് കമ്പാല. ഒഫീഷ്യൽ ലാംഗ്വേജ് സോളി ഇംഗ്ലീഷും. അവിടുത്തെ കറൻസിയാണ് ഉഗാണ്ടൻ ഷില്ലിംഗ്. 2024 ഓഗസ്റ്റിൽ ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്ര പുതിയ ഭീമൻ റേഡിയോ ഉറവിടങ്ങൾ തിരിച്ചറിഞ്ഞു? 34 പുതിയ ഭീമൻ റേഡിയോ ഉറവിടങ്ങൾ. 2024 ഓഗസ്റ്റിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചിട്ടുള്ള സയന്റിസ്റ്റുകൾ ആകാശത്ത് കണ്ടെത്തിയിട്ടുള്ള ഭീമൻ റേഡിയോ ഉറവിടങ്ങൾ ആണ് 34. ഈ ഒരു ഭീമൻ റേഡിയോ കണ്ടെത്തിയിട്ടുള്ള ടെലസ്കോപ്പ് ആണ് GMRT, അതായത് ജയന്റ് മീറ്റർ വേവ് റേഡിയോ ടെലസ്കോപ്പ്.
പൂനെയിലെ കൊഡാഡ് വില്ലേജിലാണ് GMRT അതായത് ജയന്റ് മീറ്റർ വേവ് റേഡിയോ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. നാഷണൽ സെന്റർ ഫോർ റേഡിയോ ആസ്ട്രോഫിസിക്സും ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ഈ രണ്ട് സംഘടനകളാണ് GMRT ജയന്റ് മീറ്റർ വേവ് റേഡിയോ ടെലിസ്കോപ്പ് ഇത് വെച്ചുകൊണ്ട് 34 ഭീമൻ റേഡിയോ ഉറവിടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. 2024 പാരീസ് ഒളിമ്പിക്സിലെ പുരുഷ വിഭാഗം ഫൈനൽ സിംഗിൾസ് ടെന്നീസ് വിജയിച്ചത് ആരാണ്? നൊവാക് ജോക്കോവിക്. പാരീസ് ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് നൊവാക് ജോക്കോവിക്കിന് സ്വർണം കരസ്ഥമാക്കാൻ സാധിച്ചു. സെർബിയൻ താരമായിട്ടുള്ള നൊവാക് ജോക്കോവിക്കിന്റെ ആദ്യത്തെ ഒരു സ്വർണമാണ് ഒളിമ്പിക്സിൽ. സ്പാനിഷ് താരമായിട്ടുള്ള കാർലോസ് അൽക്കരാസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് നൊവാക് ജോക്കോവിക് പാരീസ് ഒളിമ്പിക്സിൽ വിജയം നേടിയിട്ടുള്ളത്. എന്നാൽ ഈ കഴിഞ്ഞ വിംബിൾട്ടണിലെ നൊവാക് ജോക്കോവിക്കിനെ പരാജയപ്പെടുത്തിയ വ്യക്തിയാണ് കാർലോസ് അൽക്കരാസ്. ഈ രണ്ട് വ്യക്തികളാണ് ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് തിളങ്ങി നിൽക്കുന്ന രണ്ട് ടെന്നീസ് താരങ്ങൾ. ഓഗസ്റ്റ് 3-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ഏത് ദിവസമാണ് ആഗോളതലത്തിൽ വർഷം തോറും വേൾഡ് വൈഡ് വെബ് ദിനമായി ആഘോഷിക്കുന്നത്? ഇതിന്റെ ഉത്തരം ഓഗസ്റ്റ് 1. എല്ലാ വർഷവും ഓഗസ്റ്റ് 1-ാം തീയതിയാണ് വേൾഡ് വൈഡ് വെബ് ആയിട്ട് ആഘോഷിക്കുന്നത്. ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനായിട്ടുള്ള ടിം ബെർണേഴ്സ്-ലീ. 1989 കണ്ടുപിടിച്ച അദ്ദേഹം 91 ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് www വേൾഡ് വൈഡ് വെബ്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഈ ഒരു ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. യെപ്തിമ കാൻറ്റ്ലിയെ എന്ന 4 വളയങ്ങളുള്ള ചിത്രശലഭം 61 വർഷത്തിന് ശേഷം ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത്? അരുണാചൽ പ്രദേശ്. ഡയറക്ടർ ജനറൽ BSFന്റെ അധിക ചുമതല ഏറ്റെടുത്ത സശസ്ത്ര സീമാബലിന്റെ ഡയറക്ടർ ജനറലിന്റെ പേര് ദൽജിത് സിംഗ് ചൗധരി. പാരീസ് ഒളിമ്പിക്സിൽ കേപ്പ് വെർഡെ രാജ്യത്തിനായി മെഡൽ നേടിയ ആദ്യ വ്യക്തി ആരാണ്? ഡേവിഡ് ഡി പിന. 3 തവണ ലോക ചാമ്പ്യനായ ജോഷോ ചെപ്റ്റഗെ പാരീസ് ഒളിമ്പിക്സിൽ 10,000 മീറ്റർ വിജയിച്ചത് ഏത് രാജ്യത്തു നിന്നാണ്? ഉഗാണ്ട. 2024 ഓഗസ്റ്റിൽ ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്ര പുതിയ ഭീമൻ റേഡിയോ ഉറവിടങ്ങൾ തിരിച്ചറിഞ്ഞു? 34 പുതിയ ഭീമൻ റേഡിയോ ഉറവിടങ്ങൾ. 2024 പാരീസ് ഒളിമ്പിക്സിലെ പുരുഷ വിഭാഗം ഫൈനൽ സിംഗിൾസ് ടെന്നീസ് വിജയിച്ചത് ആരാണ്? നൊവാക് ജോക്കോവിക്. ഇന്ന് ഓഗസ്റ്റ് 5. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, വിച്ച് കൺട്രി ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് അലൂമിനിയം ഇൻ ദ വേൾഡ്? ലോകത്ത് ഏറ്റവും കൂടുതൽ അലൂമിനിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ജേഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.